സെലിബ്രേഷൻ റൗണ്ടിൽ തുടങ്ങിയത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അതൊരു ഗംഭീര തീരുമാനമായിരുന്നു. ഇതെന്തോന്ന് പാർവതിക്ക് പഠിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് ശക്തി കൂടി. അല്ലാതെ അങ്ങനെ അവൾ അങ്ങനെ ആദ്യത്തെ അക്ഷരത്തിന് ശക്തി കൂട്ടി രണ്ടാമത്തേന് കുറയ്ക്കും. ഗംഭീരം. ഭയങ്കര ടെൻഷൻ ആവും. അതാണ് അങ്ങനെ ആയി പോണത്. ഗംഭീരം 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 ഗംഭീരം. എന്നാ പിന്നെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, പാടാൻ വരുന്നു നമ്മുടെ പാർവണക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ആറ്റിരമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആറ്റിരമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പൂത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേ, ഇന്നു നീ വരാഞ്ഞതെന്തേ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ആരെ ഓർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ. പൂരിതൾപ്പു പോലെ നേർത്തു നേർത്തു പോവതെന്തേ. ആരെ ഓർത്തു വേദനിപ്പൂ ചാരു ചന്ദ്രലേഖ. പൂരിതൾപ്പു പോലെ നേർത്തു നേർത്തു പോവതെന്തേ. എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ മുഴുതിങ്കളാകും നാളെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം
പാർവണ കുറച്ചുകൂടെ കുഞ്ഞു കുട്ടിയായി ഒന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. എന്താണ് ഒരു കിരീടമൊക്കെ വെച്ചേക്കുന്ന തലയില്? വെറുതെ വെച്ചതാണ് തലയിൽ ഒരു കുഞ്ഞു കിരീടമൊക്കെ. ഓക്കെ, ചോദിക്കാം. ഷാനിക്ക പാർവണ നന്നായിട്ട് പാടി മോളെ. വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല. പല്ലവി നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനുപല്ലവിയില് കുറച്ച്, കാരണം ഈ പല്ലവിയുടെ ആ ഒരു സ്ട്രക്ചർ മാറിയിട്ടാണല്ലോ അനുപല്ലവി വരുന്നത്. അപ്പം ഈ ആറ്റിറമ്പിലെ പൂവുകൾ തൻ ഘോഷയാത്രയായി അത് യാത്രയായി, അതങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവണിതൻ തേരിൽ നീ ആ ഭാഗത്തുള്ള നോട്ട്സ് ക്ലിയർ ആയില്ല, ക്ലാരിറ്റി വന്നില്ല. നമുക്ക് അനുപല്ലവി മുഴുവൻ ഒന്ന് പാടിയാലോ? ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പുതിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പുതിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂനീളെ. ആവണിതൻ തേരിൽ നീ വരാഞ്ഞതെന്തേ, നീ വരാഞ്ഞതെന്തേ. നൈസ്. അഗൈൻ ഈ പൂത്തിറങ്ങിയതിലൊക്കെ കുറച്ച് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം, നോട്ട് ഏതാണെന്നുള്ളത്. മോളെ ചരണം നല്ലായിരുന്നു കേട്ടോ. എന്തോ സ്റ്റോപ്പുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളത് മാത്രം. ബാക്കി ഇറ്റ് വാസ് നൈസ്. ഐ ലൈക്ഡ് ഇറ്റ്. എനിക്കിഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മോളെ നല്ല സുഖമുള്ള പാട്ടിടാം. അത് അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടും അങ്ങനെ തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മകളെ നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ പറയാനുള്ള മോളെ ശ്രുതി ഒന്ന് നീ ശ്രദ്ധിക്കണം. കാര്യം ഷാർപ്പ് ആവാനാണ് മോൾ ഇങ്ങനെ നിൽക്കുകയാണ് വെമ്പൽ കൊണ്ട് കേട്ടോ. അത് നോക്കിക്കൊള്ളാം. അത് കൃത്യമാകുമ്പോൾ അതിന് കുറേയും കൂടെ സുഖം കിട്ടും. ഇപ്പം മനോഹരമായിട്ടും മക്കൾ നിന്ന് പാടുന്നുണ്ട്, അത് കേൾക്കാൻ സുഖം. ആ തേരിലൊക്കെ മോക്ക് എന്ത് പറ്റി? ആദ്യം പാടിയപ്പോൾ അങ്ങ് പോയി. തേരല്ലേ പൊക്കോട്ടെന്ന് വിചാരിച്ചു. അത് പോട്ടെ, ശ്രുതി മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഇപ്പം നമുക്ക് ഈ ശ്രുതിയിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മാറുമ്പോഴാണ് നൊട്ടേഷന് എവിടാന്ന് അറിയാൻ വയ്യാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് തോന്നാത്തത്. അപ്പം അത് മോക്ക് ചേരുന്നില്ല എന്നുള്ളത് ഫീൽ ചെയ്തോ? ഇല്ലേ? ചെറുതായിട്ടാണ് ചേരാതിരുന്നത്, വലുതായിട്ടല്ല കേട്ടോ. അത് ചെറുതാണെങ്കിലും വലുതാണ്. ചേരായിക എന്ന് പറഞ്ഞത് നല്ലതല്ല. അതിന് മോളെ അത് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ശ്രുതി ബോക്സ് ഉണ്ടോ വീട്ടിൽ? എന്താ അതിന്റെ മേളിലിരുന്നാണ് മോള് കരിയൊക്കെ അരിയുന്നത്? അല്ല, ഞാൻ ചോദിക്കാം, അത് എന്തിനാ വെച്ചേക്കുന്നത്? ഇട്ട് പാടാറുണ്ടോ? ഫോണിലും ഐപാഡിലും ശ്രുതി ബോക്സ് ഉണ്ട്. അല്ലാതെ ഉണ്ട്. ചുമ്മാ മിണ്ടായിരിക്കണം. അല്ലാതെ പല ഐറ്റവും കൊച്ചിന്റെ വീട്ടിലുണ്ട്. മക്കളെ അത് ഇട്ടിട്ട് ഓരോ നോട്ട്സും മാക്സിമം സസ്റ്റെയിൻ ശ്രുതി ചേർത്ത്, വിബ്രാറ്റോ ഇല്ലാണ്ട്, തീരാറാകുമ്പോൾ മാത്രം കുറച്ച് വിബ്രാറ്റോ, മാക്സിമം ബ്രെത്ത് എടുത്തിട്ട് ഓരോ നോട്ടും സസ്റ്റെയിൻ, നല്ല സസ്റ്റെയിൻ ചെയ്യുക മാക്സിമം. എത്ര മോളെ കൊണ്ട് പറ്റുമോ അത് നമ്മുടെ ശ്വാസം തീരാറാകുമ്പോൾ ഒന്ന് വിബ്രാറ്റോ കുറച്ച്, അല്ലാതെ അത് ചേർക്കുക. നമുക്ക് ശ്രുതി ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒരിക്കലും ഒന്നിനും കിട്ടത്തില്ല മോളെ. കുറേ സംഗതി പാടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭീകര പാട്ടെടുത്തപ്പോൾ അതല്ല, ശ്രുതി ചേരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അതിപ്പോൾ അത് മോള് പ്രാക്ടീസ് ചെയ്യാം. അത് ചെയ്താലും സ്റ്റഡി ആവും. പിന്നെ ശ്രുതിയെ പറ്റി ഒരു ധാരണ വരും. പിന്നെ നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, ചെവിയൊക്കെ നല്ല ക്ലീനാണ്. ആണ്, ചെവിയൊക്കെ ക്ലീനാണോ പാറുവിന്റെ അഭിപ്രായം? എന്റെ ക്ലീനാ. എന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു മുഴുവൻ ചെവിക്കായായിരിക്കും. പോട്ടെ, ഞാൻ എന്താ കേൾക്കാൻ? ശരത് സാർ ഇവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല ഷാനിക്ക? എന്റെ അറിവിൽ ഇല്ല. അതാണ് ഞാൻ ഡാൻസ് കളിച്ചില്ലേ? ശരത്തേട്ടൻ നിന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞോ? കരകാട്ടം. അത് ശരത്തേട്ടനായിരുന്നു. ഞാനാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ അപകടം ചെയ്യത്തില്ല, ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനല്ല, വേറെ ആരും ഒരിക്കലും ശരത്തേട്ടൻ അങ്ങനെ പറയില്ല. ഞാൻ പറയില്ല. അപകടം വരുത്തി വെക്കില്ല പുള്ളി. അപകടം സംഭവിക്കും, അത്രേ ഉള്ളൂ. എന്തൊക്കെയായാലും മോളെ ഇത് ശ്രദ്ധിക്കുക, ശ്രുതി പ്രധാനം, വേറൊന്നുമില്ല. നല്ല രസം ഉണ്ടായിരുന്നു മോളെ പാട്ട് സെലക്ഷനും മോളെ പാട്ട് പാടിയത് കേട്ടോ. ഇത് മാത്രം നോക്കുക, അത് പ്രധാനമാണ്. അതുകൊണ്ടാണ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്, അത് കുഞ്ഞിൻ്റെ അടുത്ത്. പാറു, നീ ഇതിൻ്റെ ഇടയിൽ ഇടപെടരുത്, പാവത്തിൽ നിന്ന്. മക്കളെ, ഈ മുനിയെ അറിയാവോ?
ബിഗ് ഫാൻ. ശ്ശേ. എടി, ആണോ? പിന്നെ ശ്രീനിവാസ് sir അല്ല, വന്നു. അത്ര ഫാനല്ല ശ്രീനിവാസേട്ടൻ Same. ഞാൻ ശ്രീനി സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ശ്രീനിവാസന്റെ ചെറിയ ഫാൻ അല്ലേ മോളെ? അല്ല, എല്ലാരും ഭയങ്കര വലിയ ഫാൻ. നീ എന്തിനാണ് ഫാൻ കച്ചവടം നടത്തുന്നത്? ആ ചോദിക്കേ. അല്ല അപ്പം മൂക്ക് അറിയോന്ന് ചോദിച്ചാ വിജയുടെ കൂടെ ഒരു പാട്ട് ഒരു 4 വരി പാടണ്ടേ? ആഗ്രഹമില്ല? ഫാനല്ലേ? അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല. ഉണ്ട്. സാറിന്റെ ഉയിരിനാഥൻ എന്നുള്ള പാട്ട് എനിക്ക് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. കേട്ടോളൂ. അയ്യോ യൂട്യൂബിൽ കേട്ടോളാം. യൂട്യൂബിൽ കേട്ടോ. നേരിട്ട് കേൾക്കാൻ. നേരിട്ട് കേൾക്കണം അല്ലേ? ഓക്കെ, കേക്കാം. ഈ ലൈൻസ് അറിയോ പാർവണിക്ക്? അറിയാ, ഞാൻ FB-ലൊക്കെ പാടിയിട്ടിട്ടുണ്ട്. പാടിയിട്ടുണ്ടോ? പിന്നെ ഞാനിന്നൊരേ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാ ഉറവേ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നീരിടുമ്പോഴും എന്റെ താളമായി നീ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ. നീ എന്ന നാമം പൊരുളേ. എന്റെ മുൾപാതയിൽ ഉൾപ്പൂവിനി തൂകിടുന്നു. എന്റെ കണ്ണീർ കടം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ. ഇരുളിൻ വീതി തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനെ. താങ്ക് യു വിജയ് ചേട്ടാ. അല്ല, വിജയ് പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. താങ്ക് യു. ഞാൻ പാട്ട് പാടി തന്നതിന് താങ്ക്സ്. പാർവണ പാട്ട് വളരെ നേരത്തെ ഐ തിങ്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾക്കൊക്കെ ഒരു സംഭവം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരുന്ന് നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെ കേൾക്കാനുള്ള അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെയാണ് പാർവണ പാടിയതും. വളരെ ശാന്തതയോടെ വളരെ അത് ആ പാട്ടിന് ആവശ്യമുള്ള കറക്റ്റായിട്ടുള്ള ഒരു എനർജിയും സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട്. ഈ പറഞ്ഞ ശ്രുതിയുടെ കാര്യം നമ്മൾ ഈ ചെറുപ്രായമല്ല, പിന്നെ അത് കുറച്ച് ആസ് യു ഗ്രോ ഓൾഡ് അതിൻ്റെ ഫൈൻ ട്യൂണിങ് ഒക്കെ ആയിക്കോളും. നമ്മൾ ആക്കണം, അല്ലാണ്ട് തന്നെ ആവില്ല. ബട്ട് റിയലി നൈസ് വോയിസ്, നല്ല ക്യൂട്ടായിരുന്നു, നല്ല സ്വീറ്റായിട്ട് പാടി. ഓക്കെ, താങ്ക് യു വിജയ് ചേട്ടാ. ഓക്കെ, ചോദിക്കാം. എന്ത് മാർക്ക്. ഓക്കെ, ശരത് സർ. മക്കളെ, എനിക്ക് ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്, മോള് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. ആര് വന്നാലും ഫാനാണെന്ന് പറഞ്ഞ് അങ്ങ് വീണേ. ബാക്കി കാര്യം ഞാൻ ഒരു പാട്ട് പാടിച്ചു കേട്ടോ. വിജയ് ചേട്ടൻ ആരുടെ ഫാനാ? അപ്പ എന്നുള്ളത് അത് വേറെ. പക്ഷേ ഒരു മെയിൽ വോയിസ് വേറൊരു മെയിൽ വോയിസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെയിൽ വോയിസ് SPB സാറിൻ്റെ. പിന്നെ നോർത്ത് എന്നൊക്കെ പറഞ്ഞാൽ സോനു നിഗം. പിന്നെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ശങ്കർ മഹാദേവൻ. പുള്ളിയുടെ കുറേ ഐ തിങ്ക് ആ ഒരു ലെവൽ ഓഫ് ടാലൻറ്റ് ആൻഡ് എന്താ പറയുക ട്രെയിനിങ് എനിക്കില്ലെങ്കിലും, പക്ഷേ എന്നാലും പുള്ളിയുടെ ആ പെർഫോമൻസ് ആൻഡ് ദ വേ ഹി പെർഫോംസ് ഞാൻ എപ്പോഴും പണ്ട് തൊട്ടേ വാച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഷാനിക്ക റഹ്മാൻ സാറിനെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ റഹ്മാൻ സാറിൻ്റെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഞാൻ ജോൺസൺ മാഷിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ജീവനാണ്. എന്നെയും ഇദ്ദേഹത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളും എനിക്ക് ജീവനാണ്. ഞാൻ വിജയുടെ എന്താ പറയാ, വിജയനെ പാടിക്കുന്നതിന് മുന്നേ ഞാൻ വിജയുടെ ഫാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫാനായില്ല.
പാട്ട് എടുത്തതോടെ തീർന്നു. ഫാന് വേണ്ട, ഒരു ഫുഡ് റെക്കോർഡിംഗ് കഴിഞ്ഞതോടെ ഫാൻ അല്ലാണ്ടായി. എന്നാലും ഷാനിക്ക ഫസ്റ്റ് കഴിഞ്ഞല്ലോ, മ്യൂസിക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ എന്തായിരുന്നു? പാടാൻ തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ എന്റെ കാര്യമാണ് ഈ പറയുന്നത്. അതെ അതെ, കുറച്ച് അത് നീലക്കണ്ണുള്ള നീലക്കണ്ണുള്ള മാന ഫസ്റ്റ് ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്. ഐ മീൻ ലൈക്ക് വൺ ഓഫ് ദ നൈസസ്റ്റ് സോങ്സ് ഐ ഹാവ് സങ്. അത് ഒരു നല്ലൊരു ഫീലുള്ള ഒരു സോങ് ആണത്. എന്താ പറയാ, ചില ലൈക്ക് നല്ല മെലഡീസ്, നമുക്ക് ഭയങ്കര ഹാർട്ട് വാർമിംഗ് ടൈപ്പ് ഓഫ് മെലഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സോങ് ആണ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. അല്ല വിജയ് ചേട്ടാ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഷാനിക്കയും കൂടെ ഇരിക്കണോണ്ട് ഒരു പ്ലീസ് എനിക്ക് വേണ്ടി ഒരു 2 ലൈൻസ്. നീലക്കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ, നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ, എനിക്കിണക്കിളി നീ, ഇനിയുള്ള യാത്രയിൽ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാൻ, എനിക്കിണക്കിളി നീ, ഇനിയുള്ള യാത്രയിൽ നാം ഇരുകരകളെ കൂട്ടുന്നു പാലമല്ലേ, ഒന്നാണു നമ്മളെന്നുമോ, നമ്മുടെ ഇടയിലോ വേറൊന്നുമില്ല, ഇല്ല നാം എന്ന ചിന്ത മാത്രമേ. ഓ നീലക്കണ്ണുള്ള മാനേ നീ എനിക്കുള്ളതാണേ, നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ, എനിക്കിണക്കിളി നീയെ, ഇനിയുള്ള യാത്രയിൽ. സൂപ്പർ, താങ്ക് യു മാൻ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സർ. 8 മാർക്സ് മോളെ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. വിജയ് ചേട്ടാ ഇട്ടല്ലോ. ഇട്ടു. ഓക്കെ, അപ്പൊ 16.5 മാർക്സ്. നല്ല മാർക്ക്. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓക്കെ, വേഗം പൊക്കോ. Ni pa maga sa sa